സാർ, ഈ സംസ്ഥാനത്തെ വളരെയധികം പാവപ്പെട്ടവരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ ഈ ലൈഫ് ഭവന പദ്ധതി വഴിയുള്ള ഭവന നിർമ്മാണം. ഇന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഫണ്ടിൻ്റെ ലഭ്യത കാരണം വലിയ പ്രതിസന്ധി നേരിടുകയാണ് സാർ. മലയാള മനോരമയിൽ വന്ന വാർത്ത, ലൈഫ് 1.27 ലക്ഷം വീടുകൾ നിർമ്മാണത്തിന് തിരിച്ചടി, 1100 കോടി അധിക വായ്പ ആവശ്യപ്പെട്ട് തദ്ദേശ വകുപ്പ്. ദീപിക, ലൈഫ് വീടുകൾക്കും രക്ഷയില്ല. കേരള കൗമുദി, ലൈഫ് അപേക്ഷകരോട് കരുണ കാണിക്കണം. സാർ, 2-3 വർഷം മുമ്പ് വീടിനായി എഗ്രിമെൻ്റ് വെച്ചവർക്ക് പോലും ആദ്യ ഗഡു ലഭിച്ചിട്ടില്ല. ആദ്യ ഗഡു, 2ാം ഗഡുവിന് മാസങ്ങളായി കാത്തിരിക്കുന്നവരുണ്ട്. അവസാന ഗഡു ലഭിക്കാതെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നവരുണ്ട്. സാർ, ആദ്യ ഗഡു ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടും, എഗ്രിമെൻ്റ് വെച്ചതിൻ്റെ പേരിൽ ഉള്ള വീട് പൊളിച്ചു കളഞ്ഞു, ഷെഡേലാണ്. ഈ 2ാം ഗഡു കിട്ടാത്തത് കാരണം ഇത് വീട് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ഷെഡിൽ കഴിയുന്ന ആളുകൾ ഈ പെരുമഴയത്തൊക്കെ ദുരിത ജീവിതത്തിൽ കഴിയുകയാണ് സാർ. ഇവിടെ മുമ്പ് ഭവന പദ്ധതികൾ, പഞ്ചായത്തിൻ്റെ പദ്ധതി, ഇന്ദിരാഗാന്ധി ആവാസ് യോജന, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക പദ്ധതി, പട്ടികജാതി വകുപ്പിൻ്റെ പ്രത്യേക പദ്ധതി, അങ്ങനെ നിരവധി ഭവന പദ്ധതികളുണ്ടായിരുന്നു. അതെല്ലാം കൂടെ സംയോജിപ്പിച്ചിപ്പോൾ ഈ ലൈഫ് വന്നു. വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രാദേശികമായി വാർഡുകളിൽ നമ്മൾ നോക്കുമ്പോൾ പഞ്ചായത്തുകളെല്ലാം തന്നെ വലിയ പ്രതിസന്ധി ഇക്കാര്യത്തിൽ നേരിടുകയാണ് സാർ. ഈ 2020 സർവേ ചെയ്ത ആണ് ലൈഫ്. ആ സർവേ ചെയ്ത ലിസ്റ്റ് ഞാൻ ഒരു പഞ്ചായത്ത് പരിശോധിച്ചപ്പോൾ, ആ പഞ്ചായത്ത് ചെറിയ പഞ്ചായത്താണ്, അവിടെ ഏതാണ്ട് 203 പേര് അതിൽ ആ ലിസ്റ്റിൽ അർഹത നേടി. അതിൽ ഫിഷറീസിൻ്റെയും SCയുടെയും വിഭാഗത്തിലുള്ളവരുടെ വീടുകൾക്ക് തുക അനുവദിക്കാൻ കഴിഞ്ഞു. ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് പോലും ഈ 1ാം ഗഡു കൊടുത്ത് നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് സാർ. പല പഞ്ചായത്തുകൾക്കും ഓൺ ഫണ്ട് ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഹഡ്കോ വായ്പ ശരിയാകാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങൾ കാരണം ഈ ഭവന പദ്ധതികൾ ശരിയാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാതെ പഞ്ചായത്തുകൾ പ്രതിസന്ധി നേരിടുകയാണ് സാർ. ഞാൻ ഇതിന് അർഹതയായ ഒരു മിനി എന്ന് പറഞ്ഞ ഒരാൾ ഗുണഭോക്താവിൻ്റെ നോക്കിയപ്പോൾ അവർ മാർച്ച് മാസത്തിൽ എഗ്രിമെൻ്റ് വെച്ചിട്ട് 1ാം ഘട്ട ബേസ്മെൻറ്റ് ജോലികൾ പൂർത്തിയാക്കിയിട്ട് അവർക്ക് 9 മാസം കഴിഞ്ഞിട്ടാണ് ആദ്യ ഗഡു കിട്ടിയത്. 2ാം ഗഡു ലഭിച്ചു, പിന്നെ 3ാം ഗഡു ഇതുവരെയും കിട്ടിയിട്ടില്ല സാർ. അതുപോലെ തന്നെ ഈ PMY ഭവനത്തിൻ്റെ കാര്യം വന്നപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നിലവിലുള്ള ഈ ലൈഫിൻ്റെ ലിസ്റ്റിൽ നിന്നാണ് PMY പദ്ധതിക്കുമുള്ള ഈ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. അതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി സാർ. ഈ 20 ലിസ്റ്റാണ്, പുതിയ സർവേ നടന്നിട്ടില്ല. അപ്പോൾ 20 അപേക്ഷിച്ചവരാണ് 20 സർവേയിൽ വന്നത്. അതിനുശേഷമുള്ള അപേക്ഷകർക്ക് ഈ കേന്ദ്ര പദ്ധതിയിൽ അവരെ ലിസ്റ്റിൽ പോലും വരാത്ത സാഹചര്യം ഉണ്ടായി. കാരണം ഈ ലിസ്റ്റ് തന്നെ PMY പദ്ധതിയിലേക്കും കൊണ്ടുവന്നു സാർ. അതുപ്രകാരമാണെങ്കിൽ ഇപ്പോൾ PMY പദ്ധതിയിൽ നമുക്ക് പിന്നെ സെൻട്രലിൻ്റെ 96,000 ആണ് സെൻട്രൽ വിഹിതം. അത് പലപ്പോഴും യഥാസമയം ഈ സെൻട്രൽ വിഹിതം കിട്ടുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്തുകൾ ശരിയാവണ്ണം അവർ എഗ്രിമെൻ്റ് ഉണ്ട്, അവർ പദ്ധതിയിൽ മാറ്റിവെക്കുന്നുണ്ട്, അവർ ഈ പൈസ വയ്ക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഷെയർ 24,000 ആണ്. 1,12,00,000 ആണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഷെയർ. 98,000 വെക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണ് സാർ. ഇവിടെയും ഓൺ ഫണ്ട് ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തുകൾക്ക് ഈ 98,000 വെക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ PMY പദ്ധതിയിലുള്ള ഭവനങ്ങളുടെ നിർമ്മാണവും പ്രതിസന്ധിയിലാകും. യഥാസമയം ഈ കേന്ദ്ര വിഹിതം കിട്ടാതെ വരുമ്പോഴും ഇത് പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ട്. ചില പഞ്ചായത്തുകൾ എന്ത് ചെയ്യും, കയ്യിലുള്ളത് എടുത്ത് കൊടുക്കും, പിന്നീട് വരുമ്പോൾ ഇതിലേക്ക് ബുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. പക്ഷെ അത് ഓൺ ഫണ്ട് ഇല്ലാത്ത പഞ്ചായത്തുകൾക്ക് അതും കഴിയാത്ത സാഹചര്യമാണ് സാർ. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ് സാർ. തീരദേശ മേഖലയിലൊക്കെ ആണെങ്കിൽ മുമ്പ് പ്രത്യേക പദ്ധതിയായിരുന്നു, ട്രൈബൽ സെക്ടറിലും പ്രത്യേക പദ്ധതിയായിരുന്നു, പട്ടികജാതിക്കാർക്ക് പ്രത്യേക പദ്ധതിയായിരുന്നു. നമ്മളിതൊരു ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പദ്ധതി വന്നപ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്ര സുഖകരമായ അവസ്ഥയല്ല സാർ പ്രായോഗികമായി താഴേക്ക് ഇത് പരിശോധിക്കുമ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഈ ഹഡ്കോ വായ്പ ലഭ്യമാക്കാത്ത അല്ലെങ്കിൽ ലഭിക്കാത്ത പഞ്ചായത്തുകളെ സഹായിക്കുന്നതിന് സർക്കാരിൻ്റെ സഹായം നേരിട്ട് ലഭ്യമാക്കുന്നതിന് എന്തെങ്കിലും നടപടി അടിയന്തരമായി സ്വീകരിക്കണം സാർ. അതുപോലെ തന്നെ ഈ 1ാം ഗഡു ലഭിച്ചിട്ട് നിർമ്മാണം ആരംഭിച്ചു, 2ാം ഗഡുവും 3ാം ഗഡുവും ലഭിക്കാതെ ഓല ഷെഡിൽ കഴിയുന്ന അല്ലെങ്കിൽ ടാർപ്പാളിൻ വിരിച്ച് കഴിയുന്ന ആളുകളുടെ ദുരിതം കണ്ടുകൊണ്ട് അടിയന്തരമായി ഈ ലൈഫ് ഭവന പദ്ധതിയിലെ ഈ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ
ഈ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിൽ കൂടി അങ്ങ് വഴി ഗവൺമെന്റിലേക്ക് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനുവദിക്കുന്ന ഭവന നിർമ്മാണ ധനസഹായത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം, സംസ്ഥാന വിഹിതം, വായ്പാ വിഹിതം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കരാറിൽ ഏർപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഹിതം വകയിരുത്തേണ്ടത് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അനുവദിച്ചിട്ടുള്ള വായ്പാ തുകയുടെ വിവരം അവരെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് റിക്വസ്റ്റ് നടത്തുന്ന മുറയ്ക്ക് വായ്പാ വിഹിതം ഇവിടെ നിന്ന് ലഭ്യമാക്കുന്നു. അതാണ് തുറന്നു വരുന്ന രീതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം നൽകുന്നതിൽ അവരുടെ ഫണ്ട് ലഭ്യത കൂടി അനുസരിച്ച് കരാർ വെച്ച് ഭവന നിർമ്മാണ ധനസഹായം ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഗുണഭോക്താക്കളുടെ ഭവന നിർമ്മാണം മുന്നോട്ട് പോകാൻ തടസ്സമൊന്നും ഉണ്ടാകുന്നില്ല. ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനുവദിച്ച വീടുകളുടെ നിർമ്മാണത്തിനായി ഭവന നിർമ്മാണ ധനസഹായം മുൻകൂറായിട്ടാണ് അനുവദിക്കുന്നത്. ഓരോ ഘട്ടത്തിലെയും നിർമ്മാണത്തിനായി അനുവദിച്ച തുകയ്ക്ക് അനുസൃതമായി നിർമ്മാണം പൂർത്തിയാക്കി ഗുണഭോക്താവ് ഫണ്ട് റിക്വസ്റ്റ് നടത്തുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥർ ആ നിർമ്മാണം പരിശോധിച്ച് സ്റ്റേജ് പൂർത്തിയാക്കിയോ എന്ന കാര്യം പരിശോധിച്ച് ലഭ്യമാക്കുന്ന ഫണ്ട് റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തുറങ്കെടുക്കൽ അനുവദിക്കുന്നത്. ഇതാണ് സ്വീകരിച്ചു വരുന്ന നടപടി. അതായത് ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ഇത്ര രൂപ, അടുത്ത ഘട്ടം കഴിഞ്ഞാൽ ഇത്ര രൂപ, ഈ നിലയിലാണ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, അനുവദിച്ചിട്ടുള്ള വായ്പ തുകയ്ക്ക് അനുസൃതമായിട്ടല്ലാതെ കൂടുതൽ ഗുണഭോക്താക്കളെ കരാർ വെച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ എത്രയാണോ അവർക്ക് അനുവദിച്ച വായ്പാ തുക അതിൽ കൂടുതൽ ഗുണഭോക്താക്കളുടെ കരാർ വെച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ വായ്പാ വിഹിതം ലഭ്യമല്ലാത്ത ഗ്രാമപഞ്ചായത്തുകൾക്ക് അധിക വായ്പ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് അഭ്യർത്ഥന അനുസരിച്ച് സംസ്ഥാന വിഹിതം നൽകുന്നതിനും ഇപ്പോൾ തടസ്സമില്ല. സർ, സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് ലൈഫ്. ഈ ലൈഫ് പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപയാണ് ഒരു ഗുണഭോക്താവിന് കൊടുക്കുന്നത്. പട്ടികവർഗ സങ്കേതങ്ങളിൽ കൊടുക്കുന്നത് 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപയാണ്. മാത്രമല്ല, അതിദരിദ്ര പട്ടികയിൽപ്പെട്ട ഭവനരഹിതരും വീടില്ലാത്തവരുമായിട്ടുള്ളവർക്ക് വീടും സ്ഥലവും വാങ്ങുന്നതിന് 6 ലക്ഷം കൊടുക്കാനും ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് അതിദരിദ്ര പട്ടികയിൽപ്പെട്ടവർക്ക് മാത്രമാണ്. സോ ഇതിൻ്റെ ഭാഗമായി 2 ലിസ്റ്റാണുള്ളത്. 2020 മാത്രമല്ല, 2017 ഒരു ലിസ്റ്റുണ്ട്, 2020 ലിസ്റ്റുണ്ട്. ഇപ്പോൾ 2017 മുതൽ 2025 വരെ 16/9/2025 വരെയുള്ള കണക്കാണ്. അതായത് ഇന്നലെ വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഭവന നിർമ്മാണ ധനസഹായത്തിനായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള 5,95,536 ഗുണഭോക്താക്കളിൽ 4,62,412 ഗുണഭോക്താക്കളുടെ ഭവന നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു. ബഹുമാനായിട്ടുള്ള ശ്രീ വിഷ്ണുനാഥ് ഇവിടെ പറഞ്ഞു, ആളുകളൊക്കെ പണി പൂർത്തിയാക്കാൻ പറ്റാതെ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. സർ, നേരത്തെ വീടില്ലാതെ ആകാശത്തേക്ക് നോക്കിയിരുന്ന 4,62,412 കുടുംബങ്ങൾക്ക് അവരുടെ മുകളിൽ ഒരു മേൽക്കൂരയുണ്ട്, അടച്ചുറപ്പുള്ള ഒരു വീടിൻ്റെ സുരക്ഷയിലാണ് അവരിന്ന് കഴിയുന്നത് എന്ന വസ്തുത നമുക്ക് നിഷേധിക്കാനാവുന്നതല്ല. സർ, 1,33,124 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1,33,124. ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കും 6 ലക്ഷത്തിലധികം ആളുകൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരിക്കും എന്ന് ലൈഫ് പദ്ധതി ഉറപ്പാക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൂടിയുള്ളൂ, അദ്ദേഹം പറഞ്ഞു ഈ ഫണ്ട് ഇപ്പോൾ ചില പത്രവാർത്തകളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചു ആളുകൾക്ക് തുറങ്കെടുക്കൽ കിട്ടുന്നില്ല എന്നൊക്കെ. സർ, 21/8/2025 സർക്കാർ ഉത്തരവ് പ്രകാരം 1,500 കോടി രൂപ കൂടി KURDFC മുഖേന വായ്പയെടുക്കാൻ അനുമതിയായിട്ടുണ്ട്. അങ്ങനെ വായ്പ 1,500 കോടി എടുക്കാനുള്ള അനുമതി സർക്കാർ കൊടുത്തിട്ടുള്ളത് തുടർഗഡുക്കൾ തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാനാണ്. ഈ വായ്പ കൂടി ലഭ്യമാകുന്നതോടെ ഒരു തടസ്സവുമില്ലാതെ തുടർഗഡുക്കൾ ലഭ്യമാക്കാൻ കഴിയും എന്ന് വളരെ ആധികാരികമായിട്ട് സർക്കാരിന് വേണ്ടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സാർ, ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യത്തെ ആ സ്പിരിറ്റിൽ എടുക്കാതെ പരിഹസിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കേരളകൗമുദിയിൽ അവർ പറഞ്ഞ കാര്യം എൻ്റെയും കൂടെ ബോധ്യത്തിലാണ് പറഞ്ഞത്. എന്താണ്? 2ാം ഗഡു ലഭിക്കാത്തത് കാരണം ഉണ്ടായിരുന്ന വീട് പൊളിച്ചു കളഞ്ഞിട്ട് ടാർപാളിൻ ഷീറ്റിൽ കഴിയുന്ന ആളുകൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതാണ്.
അത് പരിഹരിക്കാൻ 21-ാം തീയതി ഒരു ഉത്തരവ് വായ്പ എടുക്കുന്നത് അനുവാദം നൽകുന്ന ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 10-15 മാസമായിട്ട് ഈ ഷെഡിൽ കിടക്കുന്നവർ ഇത് ശരിയായെല്ലാം കഴിയുന്നവർ വീണ്ടും അത് കിടക്കേണ്ടി വരും. അത് പരിഹരിക്കാനാണ് എളുപ്പത്തിൽ ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കോളിംഗ് അറ്റൻഷനിലേക്ക് വന്നത്. ഇത് 10 വർഷം കൊണ്ടാണ് അങ്ങീ പറഞ്ഞ 5 ലക്ഷം വീടുകൾ വന്നത്. 5 വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് ഇത്രയും നമ്പറിൽ ഈ മുൻ സർക്കാരുകൾ LDFന്റെ UDFന്റെ ഒക്കെ ഗവൺമെന്റുകൾ ഈ സംസ്ഥാനത്ത് വീട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. ചോദ്യം സ്പെസിഫിക് ആണ് സാർ. ഈ 4 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ വീട് വെക്കാൻ കഴിയില്ല. നിർമ്മാണ ചെലവ് കൂടി, നിർമ്മാണ സാമഗ്രികളുടെ വില വർദ്ധിച്ചു. ഈ 4 ലക്ഷം രൂപയിൽ ഒരു പാവപ്പെട്ടവനും വീട് പൂർത്തിയാക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ ഇപ്പൊ 10 വർഷത്തിന് മുമ്പുള്ള റേറ്റ് ആണ്. അങ്ങിതൊരു 7 ലക്ഷം രൂപയെങ്കിലും ആക്കി ഈ ഭവനത്തിനുള്ള തുക വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മിനിസ്റ്റർ പ്ലീസ്. സർ, ഞാൻ അദ്ദേഹത്തെ പരിഹസിച്ചതല്ല. അദ്ദേഹം ആളുകൾ വീടില്ലാതെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വസ്തുത പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പരിഹസിച്ചതായിട്ട് അദ്ദേഹം ഇങ്ങോട്ടും പരിഹസിച്ചതായിട്ട് തോന്നാമല്ലോ. അതിനെ അങ്ങനെ എടുത്താൽ മതി സാർ. ഇവിടെ അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യം, നേരത്തെ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു 96,000 PMAYയിലെ വിഹിതം. 96,000 ഇല്ല, 72,000 വിഹിതമുള്ളൂ. PMAYയിൽ കേന്ദ്ര സർക്കാർ നൽകുന്നത് വെറും 72,000 രൂപയാണ്. 48,000 രൂപയാണ് സംസ്ഥാന വിഹിതം, കേന്ദ്രം നിശ്ചയിച്ച സംസ്ഥാന വിഹിതം. പിന്നെ ഒരു 15,000 രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കണ്ടെത്തണമെന്നാണ്. അങ്ങനെ 1,35,000 രൂപയാണ് യൂണിറ്റ് കോസ്റ്റ് കേന്ദ്രം കണക്കാക്കുന്നത് വീട് നിർമ്മാണത്തിന്. അപ്പോഴാണ് നമ്മളിവിടെ 4 ലക്ഷം കൊടുക്കുന്നത് എന്നോർക്കണം. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണ് 4 ലക്ഷം എന്നുള്ളത്. ആ കാര്യം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി, 4 ലക്ഷം വീതം ഞാൻ നേരത്തെ പറഞ്ഞ 5,95,000-ലധികം പേർക്ക് എഗ്രിമെന്റ് വെച്ച് ഇത് ഉൾപ്പെടെ കണക്കാക്കിയാൽ ഇതുവരെ ലൈഫ് ഭവന പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുക 18,885 കോടി രൂപയാണ്. 18,885 കോടി. അതിൽ 2,080 കോടിയാണ് കേന്ദ്രവിഹിതം. ബാക്കി 16,000 കോടിയും നമ്മൾ കണ്ടെത്തിയതാണ്. അതിൽ തദ്ദേശ സ്ഥാപനത്തിൻ്റെ വിഹിതമുണ്ട്, ബജറ്റിൽ നിന്നുള്ള വിഹിതമുണ്ട്, ഒപ്പം ഹഡ്കോയിൽ നിന്നുള്ള വായ്പയുമുണ്ട്. ഇങ്ങനെയാണ് 16,000 കോടിയും കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നത്തെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട്, കേന്ദ്രമാണെങ്കിൽ നമുക്ക് അർഹമായിട്ടുള്ള വിഹിതം നൽകുന്നില്ല, പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഉയർന്ന തുകയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 4 ലക്ഷം എന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തുകയാണ്. നമുക്കത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമൊക്കെ എല്ലാ ഭാഗത്തും ഉയരാം. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തുകയാണ് നിലവിലുള്ളത് എന്നും നമ്മളാണ് ഏറ്റവും വലിയ തുക കൊടുക്കുന്നതെന്നും അതും കടുത്ത സാമ്പത്തിക പരിമിതിക്കുള്ളിലാണ് കൊടുക്കുന്നതെന്നും ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.